السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. സൂറത്തുൽ ബഖറ 60-ാമത്തെ ആയത്ത്. വഇദ് ഇസ്തസ്ഖാ മൂസ അലൈഹിസ്സലാം, മൂസാ നബി. ഇസ്തസ്ഖാ എന്ന അർത്ഥം മഴയെ തേടി എന്താണ്? ഇസ്തിസ്ഖാ നിസ്കാരം അല്ലെ, മഴയെ തേടുന്ന നിസ്കാരം. മഴ ഇല്ലാതെ വെറുതിയിലാകുമ്പോ ഉള്ളൊരു നിസ്കാരം ഉണ്ട് ഇസ്തിസ്ഖാ നിസ്കാരം. ജനങ്ങൾ ആ നാട്ടിലെ ജനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഉള്ള ഒരു നിസ്കാരമാണ് ഇസ്തിസ്ഖാ നിസ്കാരം. ഇവിടെ വഇദ് ഇസ്തസ്ഖാ മഴയെ തേടിയ സന്ദർഭം. ഇസ്തസ്ഖാ എന്നത് ഇസ്തഫഅല എന്ന വസനാണ്. ഇസ്തഖ്റജ, ഇസ്തക്ബറ, ഇസ്തഗ്ഫറ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ തേടി എന്നുള്ള അർത്ഥം വരുന്നത് എന്ത്? സഖ, നനച്ചു എന്നർത്ഥം അല്ലെ. സഖ നനച്ചു. ഇസ്തസ്ഖ മഴയെ തേടി എന്നർത്ഥം, വെള്ളം തേടി. മൂസ അലൈഹിസ്സലാം ഖൗമിഹി, മൂസ അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് വേണ്ടി മഴയെ തേടി. അല്ലാഹു ഫഖുൽന, അപ്പോൾ നാം പറഞ്ഞു. അപ്പം മഴയെ തേടിയ സന്ദർഭം ഓർക്കണം. മൂസ അലൈഹിസ്സലാം തന്റെ ജനതയ്ക്ക് വേണ്ടി മഴയെ തേടിയ സന്ദർഭം, അല്ലാഹുവിനോട് മഴയെ തേടിയ സന്ദർഭം. ഫഖുൽന, അപ്പോൾ നാം പറഞ്ഞു. എന്താണ്? അല്ലെങ്കിൽ വെള്ളം തേടിയ സന്ദർഭം എന്നും പറയാം. വെള്ളം തേടിയ സന്ദർഭം. അപ്പോ ഫഖുൽന, നാം പറഞ്ഞു. യുദ്രിബ്, അടിക്കൂ, താങ്കൾ അടിക്കൂ. ബിഅസ്വാക, താങ്കളുടെ വടി കൊണ്ട്. അസ്വ വടി, ബി കൊണ്ട്. യുദ്രിബ് ബിഅസ്വാക എന്നാണ്. എന്താണ്? യുദ്രിബ് ബിഅസ്വാക. വറബ, അടിച്ചു. വറബ യദ്രിബു ضربun فهو ضارب الأمر منه يضرب ഇഫ്ഇൽ എന്ന വസൻ. ഫഖുൽനാ, അപ്പോൾ നാം പറഞ്ഞു. എന്ത്? യുദ്രിബ്, നീ അടിക്കൂ, താങ്കൾ അടിക്കൂ. ബിഅസ്വാക, താങ്കളുടെ
വടി കൊണ്ട്. അപ്പൊ ഇദ്രിബ് ബി അസ്വാക എന്ന് ചേർത്ത് പറയുമ്പോൾ ഒരു ബാവ് മറ്റേ ബാവിൽ ഇദ്ഗാം ചെയ്യപ്പെടുന്നു. ആദ്യത്തെ ബാവ് മറ്റേ ബാവിൽ ഇദ്ഗാം ചെയ്യപ്പെടുന്നു. ഇദ്ഗാമാണ്. ഇദ്രിബ് ബി അസ്വാക എന്ന് പറയും. ഇദ്രിബ് ബി അസ്വാക എന്നല്ല ഓതേണ്ടത്. ഇങ്ങനെ ഇദ്രിബ് ബി അസ്വാക, ഫഖുൽന ഇദ്രിബ് ബി അസ്വാക, ഫഖുൽന ഇദ്രിബ് ബി അസ്വാക ചേർത്ത് ഓതുമ്പോൾ ഫഖുൽന ഇദ്രിബ് ബി അസ്വാക, താങ്കളുടെ വടി കൊണ്ട് താങ്കൾ അടിക്കൂ. എവിടെ? അൽ ഹജർ, അൽ ഹജർ കല്ലിൽ അടിക്കൂ, പാറയിൽ. ഹജർ എന്ന് പറഞ്ഞാൽ പാറ, കല്ല് എന്നൊക്കെ പറയാം. ഫംഫജറത് അങ്ങനെ അടിച്ചു മനസ്സിലാക്കാം. അപ്പോൾ ഇംഫജറ, ഇംഫജറ പൊട്ടിയൊഴുകി. എന്താണ് പൊട്ടിയൊഴുകി? ഇംഫജറത്തു മിൻഹു, ആ പാറയിൽ, മിൻഹു ആ പാറയിൽ നിന്ന്, അതിൽ നിന്ന്, ആ പാറയിൽ നിന്ന് പൊട്ടിയൊഴുകി. എന്ത്? ഇസ്നതാ അശ്റത ഐന, ഇസ്നതാ അശ്റത ഐന എന്താണ്? 12 ഐൻ അരുവികൾ. അരുവി, ഐനൻ കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അരുവി എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണിങ്ങനെ കണ്ണിൽ നിന്ന് അല്ലേ കണ്ണുനീരൊഴുകുമല്ലോ അല്ലേ. അപ്പൊ കണ്ണുനീര് ഒഴുകുന്ന കണ്ണിനെയും എന്ത് പറയും? ഐന് എന്ന് പറയും. വെള്ളം ഒഴുകുന്ന അരുവിയെയും ഐന് എന്ന് പറയും അറബിയിൽ. അപ്പൊ ഇസ്നത അഷറത്ത എന്ന് പറഞ്ഞാല് 12, അഷ്റ 10, ഇസ്നത അഷറത്ത 12, 12 അരുവികൾ അതിൽ നിന്ന് പൊട്ടിയൊഴുകി. ഐനാണ്. അറിഞ്ഞു, നിശ്ചയം അറിഞ്ഞു. കുല്ലു ഉനാസിൻ എല്ലാ മനുഷ്യരും, എല്ലാ വിഭാഗം മനുഷ്യരും, എല്ലാ വിഭാഗങ്ങളും. നാസുൻ ജമാണ് ഉനാസ്. നാസുൻ എന്ന് പറഞ്ഞാൽ ജനം എന്നാണ്. ഉനാസുൻ എന്നത് അതിന്റെ ജമാണ്, ബഹുവചനം. മഷ്റബഹും അവരുടെ കുടിക്കാനുള്ള സ്ഥാനങ്ങൾ. മഷ്റബ് മഫ്അൽ വസ്നാണ്. മഫ്അൽ എന്ന് പറഞ്ഞാൽ ഇസ്മു മക്കാനും ഇസ്മു സമാനും വസ്നാണ്. ഇസ്മു മക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥലത്തെ സൂചിപ്പിക്കുന്നത്. ഇസ്മു സമാൻ എന്ന് പറഞ്ഞാൽ കാലത്തെ സൂചിപ്പിക്കുന്നത്. രണ്ടിനും ഒരേ വസ്നാണ്. മഫ്അൽ അല്ലെങ്കിൽ മഫ്ഇൽ എന്നൊക്കെ പറയും. ചിലടത്ത് മഫ്ഇൽ എന്നായിരിക്കും. ഇപ്പൊ സജദ സുജൂദ് ചെയ്തു, മസ്ജിദുൻ സുജൂദ് ചെയ്യുന്ന സ്ഥലം, പള്ളി അല്ലെ, സുജൂദ് ചെയ്യുന്ന സ്ഥലം. ദറസ പഠിച്ചു, മദ്റസുൻ പഠിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ മദ്റസത്തുൻ അല്ലെ, സ്ത്രീലിംഗ രൂപത്തിൽ മദ്റസത്തുൻ എന്ന് പറയും. അതേപോലെ ഇവിടെ മഷ്റബുൻ കുടിക്കുന്ന സ്ഥാനം, കുടിക്കുന്ന സ്ഥലം. ഇനി മഷ്റബഹും അവരുടെ കുടിക്കുന്ന സ്ഥാനം. അപ്പൊ 12 മക്കളുണ്ടായിരുന്നു ആർക്ക്? ഇസ്രായേൽ പ്രവാചകൻ. ആരാ ഇസ്രായേൽ പ്രവാചകൻ? യാക്കൂബ് അലൈഹിസ്സലാം. ആ 12 മക്കളിൽ പെട്ട ആ 12 മക്കളുടെ പിന്മുറക്കാരായ 12 ഗോത്രങ്ങൾ, 12 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവര് തമ്മിൽ വഴക്കും വക്കാണൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഓരോ വിഭാഗത്തിനും ഓരോ അരുവി എന്ന കണക്കിന് 12 അരുവികൾ പൊട്ടിയൊഴുകി. അള്ളാഹു 12 അരുവികൾ പടച്ചു, സൃഷ്ടിച്ചു അവിടെ. അങ്ങനെ ഓരോ വിഭാഗവും അവരവരുടെ കുടിക്കുന്ന സ്ഥാനങ്ങൾ, വെള്ളം കുടിക്കേണ്ട അല്ലെങ്കിൽ വെള്ളം എടുക്കേണ്ട സ്ഥാനങ്ങൾ മനസ്സിലാക്കി. കുലു വഷ്റബു മിൻ റിസ്ഖില്ലാഹ് എന്നിട്ട് അള്ളാഹു പറഞ്ഞത് കുലു നിങ്ങൾ ഭക്ഷിക്കൂ, വഷ്റബു വഇഷ്റബു എന്നാണ്. വഷ്റബു നിങ്ങൾ കുടിക്കുകയും ചെയ്യൂ. എവിടെ നിന്ന്? മിൻ റിസ്ഖില്ലാഹ് അള്ളാഹുവിന്റെ റിസ്ഖിൽ നിന്ന്, അള്ളാഹുവിന്റെ പ്രൊവിഷൻസിൽ നിന്ന്, അള്ളാഹു നൽകിയതിൽ നിന്ന്. വലാ തഅസൗ നിങ്ങൾ അതിക്രമം കാണിക്കരുത്, ഫിൽ അർദി ഭൂമിയിൽ, മുഫ്സിദീൻ ഫസാദ് ഉണ്ടാക്കുന്നവരായ നിലയിൽ. ഇപ്പൊ നാശമുണ്ടാക്കുന്ന, ഫിത്നയുണ്ടാക്കുന്ന ആളുകളായി മാറരുത് നിങ്ങൾ, കുഴപ്പക്കാരെ ആകരുത് നിങ്ങൾ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയും ചെയ്തു. അപ്പൊ അവർക്ക് വെള്ളത്തിന് ആവശ്യം വന്നപ്പോൾ മൂസാ അലൈഹിസ്സലാം ആ ജനതയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും മഴയെ തേടുകയും അല്ലെങ്കിൽ വെള്ളത്തെ തേടുകയും, അങ്ങനെ മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു പാറയിൽ മൂസാ അലൈഹിസ്സലാമിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മുഅ്ജിസത്തുള്ള ആ വടി കൊണ്ട് അടിക്കുകയും അതിൽ നിന്ന് 12 ഉറവുകൾ പൊട്ടിയൊഴുകുകയും ആ 12 വിഭാഗം ഇസ്രായേലിൽ 12 ഗോത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഉറവ, അതിന്റെ സ്ഥാനങ്ങൾ നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. അള്ളാഹു ഇഷ്ടം പോലെ അവരുടെ യഥേഷ്ടം ഭക്ഷിക്കാനും കുടിക്കാനും ഒക്കെ അനുമതിയും നൽകി. ഇനി وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ എന്താണ്? وَإِذْ قُلْتُمْ നാം പറഞ്ഞ സന്ദർഭം, وَإِذْ قُلْتُمْ നിങ്ങൾ പറഞ്ഞ സന്ദർഭം, കുൽത്തും നിങ്ങൾ പറഞ്ഞു, കുൽന നാം പറഞ്ഞു, കുൽത്തു ഞാൻ പറഞ്ഞു അല്ലേ, കുൽന നാം പറഞ്ഞു. وَإِذْ قُلْتُمْ നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. ആരാ നിങ്ങൾ? ഇസ്രായേലിയരോടാണ് പറയുന്നത്. യാ മൂസ
എന്താ അവര് പറഞ്ഞത്? എന്താണ് ഇസ്രായേലിൽ പറഞ്ഞത്? യാ മൂസ, ഓ മൂസ. അവർ മൂസ അലൈഹി ഇസ്ലാമിനെ അഭിസംബോധന ചെയ്യുന്ന രീതി യാ മൂസ, യാ റസൂലല്ലാഹ് എന്നൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുയായികൾ യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, യാ റസൂലല്ലാഹ് എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്തിരുന്നത് അല്ലേ? യാ മൂസ ലൻ നസ്ബിറ, ഒരിക്കലും ഞങ്ങൾ ക്ഷമിക്കുകയില്ല. സബറുൻ, ക്ഷമ. ലൻ നസ്ബിറ, ഒരിക്കലും ഞങ്ങൾ ക്ഷമിക്കുകയില്ല. ലൻ എന്ന ഹർഫ് പ്രവേശിച്ചപ്പോ നസ്ബിറ എന്നായി. സബറ യസ്ബിറു, യസ്ബിറാനി അങ്ങനെ സർഫാക്കുമ്പോ നസ്ബിറു എന്ന് കിട്ടും അല്ലെ? നാം അല്ലെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കുമെന്നാണ്. ലൻ നസ്ബിറ, ലൻ പ്രവേശിച്ചപ്പോ റ എന്നായി അല്ലെ? ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തിരിക്കുന്നു. ലൻ നസ്ബിറ, ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കുകയില്ല. അലാ തുആമിൻ വാഹിദിൻ, ഒരു ഭക്ഷണത്തിന്, ഒരൊറ്റ ഐറ്റം, അതിനെ ഞങ്ങൾക്ക് ക്ഷമിക്കാനാവില്ല. ഫദ്ഉ, അതിനാൽ അല്ലെങ്കിൽ അപ്പോൾ പ്രാർത്ഥിക്കൂ. ഉദ്ഉ, ദആ യദ്ഉ, ഉദ്ഉ, ഉദ്ഉനി അസ്തജിബ് ലക്കും. പഠിച്ചിട്ടില്ലേ? ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് തരം നൽകാം. അപ്പോ ഉദ്ഉനി, എന്നോട് പ്രാർത്ഥിക്കൂ. ഇവിടെ ഫദ്ഉ, താങ്കൾ പ്രാർത്ഥിക്കൂ, ലന, ഞങ്ങൾക്ക് വേണ്ടി. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ. ആരോട്? റബ്ബക, നിന്റെ നാഥനോട്, നിന്റെ റബ്ബിനോട്. അവിടെയും അവര് നിന്റെ റബ്ബ് എന്നാണ് പ്രയോഗിച്ചത് അല്ലെ? അപ്പോ റബ്ബക, നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യൂ മൂസ. യുഖ്രിജ് ലനാ, അവൻ ഞങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ, മിമ്മ, ഒന്നിൽ നിന്ന്, തുംബിതുൽ അർദു, ഭൂമി മുളപ്പിക്കുന്ന, നബുത്തുൻ, ചെടി അല്ലെ? അൻബത, അൻബത, അമ്പത എന്താണ്? മുളപ്പിച്ചു. അമ്പത്ത ഇംബിത്തു, ഇംബിത്തു എന്നുള്ളതാണ്. ഇംബിത്തു, ഇംബിത്താനി, ഇംബിത്തൂന, തുംബിത്തു, തുംബിത്തുൽ അർദു, ഭൂമി മുളപ്പിക്കുന്ന, ഭൂമി മുളപ്പിക്കുന്ന, ഭൂമി മുളപ്പിക്കുന്നതാണ് തുമ്പിത്തുലർന്നു. മിമ്മ തുമ്പിത്തുലർന്നു, ഭൂമി മുളപ്പിക്കുന്നതായ ഒന്നിൽ നിന്ന്, കാരണം ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് പുറപ്പെടുവിച്ച് തരാൻ വേണ്ടിയിട്ട്. അള്ളാഹു എന്താ ഭൂമി മുളപ്പിക്കുന്ന പച്ചക്കറികൾ? പല ഐറ്റംസ് പറയാണ്. മിം ബഖലിഹ, അതിന്റെ ചീരയിൽ നിന്ന്. തിരുവനന്തപുരത്ത് കീര അല്ലേ? ബഖലി, ചീര. വഖിസ്സാഇഹ, വെള്ളരി അല്ലെങ്കിൽ കക്കരി എന്നൊക്കെ പറയാം. അതിന്റെ കക്കരിയിൽ നിന്ന്. വഫൂമിഹ, അതിന്റെ ഗോതമ്പിൽ നിന്ന്. വഅദസിഹ, അതിന്റെ പയറ്. വബസലിഹ, അതിന്റെ ഉള്ളിയിൽ നിന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് ഈ മന്നയും സെൽവയും കൊണ്ട് ഒരേ ഇനം ഭക്ഷണം, അത് ഞങ്ങൾക്ക് മടുത്ത്. ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് ഇതിനെ വിവിധ ഐറ്റംസ്, വെറൈറ്റീസ് വേണം. അതിനായി നിന്റെ നാഥനോടൊന്ന്, നിന്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ച് എന്ന് മൂസ അലൈഹി ഇസ്ലാമിനോട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനത പറഞ്ഞു. ഖാല, അപ്പൊ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, അതസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. അതസ്തബ്ദിലൂന, നിങ്ങൾ പകരം തേടുകയാണോ? നിങ്ങൾ പകരം തേടുകയാണോ? ഇസ്തബ്ദല, ഇസ്തഫഅല വസനന്നെ. ഇസ്തബ്ദല, ബദല, പകരമായി. ഇസ്തബ്ദല, പകരം തേടി. എന്താണ്? ഒന്നിന് പകരം മറ്റൊരു ആൾട്ടർനേറ്റ് തേടുക, പകരം തേടുക എന്നതാണ് ഇസ്തബ്ദല. ഇസ്തബ്ദല യസ്തബ്ദിലു, യസ്തബ്ദിലു യസ്തബ്ദിലാനി യസ്തബ്ദിലൂന, തസ്തബ്ദിലു തസ്തബ്ദിലാനി യസ്തബ്ദിൽന, തസ്തബ്ദിലു തസ്തബ്ദിലാനി തസ്തബ്ദിലൂന. നിങ്ങൾ തേടുകയാണ്. തസ്തബ്ദിലൂന, നിങ്ങൾ തേടുന്നു, നിങ്ങൾ പകരം തേടുന്നു. അതസ്തബ്ദിലൂന, നിങ്ങൾ പകരം തേടുകയാണോ? എന്ത്? അല്ലദീ, ഒരു കാര്യം എങ്ങനെയുള്ളത്? ഹുവ, അത്, അദ്നാ ബില്ലദീ ഹുവ ഖൈർ, അദ്നാ, താഴെയുള്ളത്. എന്താണ്? അദ്നാ, താഴെയുള്ളത്. ബില്ലദീ ഹുവ ഖൈർ, കൂടുതൽ ഉത്തമമായതിനേക്കാൾ താഴെയുള്ളത്. കൂടുതൽ ഉത്തമമായ, നല്ല പോഷക സമൃദ്ധമായ, പ്രത്യേക രൂപത്തിലുള്ള മന്നയും സെൽവയുമാണ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള ഭക്ഷണമായിട്ട്. അത് വളരെ പോഷക സമൃദ്ധമാണ്, നിങ്ങൾക്കൊരു അധ്വാനവും കൂടാതെ ലഭിക്കുന്നു. അത് ആ ഖൈറായിട്ടുള്ള, കൂടുതൽ ഉത്തമമായിട്ടുള്ള ആ ഭക്ഷണത്തെക്കാൾ താഴ്ന്ന തരം ഭക്ഷണമായിട്ടുള്ള ഈ ഉള്ളിയും ചീരയും വെള്ളരിയും ഗോതമ്പും ഒക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത് പകരമായിട്ട് എന്ന്. ഇഹ്ബിതു മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും. ഇഹ്ബിതു, നിങ്ങൾ പോകൂ, മിസ്റൻ, പട്ടണത്തിലേക്ക്. ഒരു പ്രത്യേക പട്ടണമാണെന്നും ഏതെങ്കിലും പട്ടണമെന്നും ഇവിടെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ഏത് പട്ടണമായാലും അങ്ങനെ ഏതെങ്കിലും പട്ടണത്തിൽ പോയാൽ, അല്ലെങ്കിൽ ഇന്ന പട്ടണത്തിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ സാധനങ്ങൾ കിട്ടും. ഇതൊക്കെ എവിടെയും കിട്ടുന്ന സാധനങ്ങളാണ്. മിസ്റൻ
ഫഇന്നലക്കും മാ സഅൽതും, ഫഇന്നലക്കും എന്നാൽ അപ്പോൾ നിശ്ചയം നിങ്ങൾക്കുണ്ട് മാ സഅൽതും നിങ്ങൾ ചോദിച്ചെന്നതോ അതുണ്ട്. കാരണം നിങ്ങൾ ചോദിച്ച സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. പക്ഷെ അതെന്താണ്? അത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമമല്ല. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് പ്രത്യേകമായി അള്ളാഹു കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയതാണ്. അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അധ്വാനമില്ലാതെ കിട്ടുന്നതും ആണ്. അടിക്കപ്പെട്ടു അലൈഹിം അവർക്കുമേൽ അദ്ദില്ലത്തു നിന്ദ്യത വൽ മസ്കനത്തു ദൈന്യതയും, നിന്ദ്യമായ പതിതമായ ഒരവസ്ഥയിൽ അവരാക്കപ്പെട്ടു. ഇക്കാരണം അങ്ങനെ എന്ത് ഈ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ മതിവരാതെ അവര് എന്ത് ചെയ്യാം? ആൾട്ടർനേറ്റ് ചോദിക്കണം. അതുകൂടാതെ അത് കാരണം കൊണ്ട് മാത്രമല്ല, ഇനി തുടർന്ന് പറയുന്നുണ്ട്, അവരെന്ത് ചെയ്തു? അവരുടെ അമ്പിയാ മുർസലുകളെ അവരുടെ നബിമാരെ പോലും അവരെന്ത് ചെയ്തു? കൊല ചെയ്തു. അതാണ് മൂസാ അലൈഹി സ്വലാമിന് ശേഷം. ഇനി അവർ അള്ളാഹുവിന്റെ കോപത്തിലേക്ക് മടങ്ങി. അള്ളാഹുവിന്റെ കോപത്തിന് മാത്രമായി എന്നർത്ഥം ആശയം. അത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? നിശ്ചയം അവരായിരുന്നു യക്ഫുറൂന നിഷേധിക്കുന്നവരായിരുന്നു ബി ആയാത്തില്ലാഹി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്. നബിയ്യീന അവർ എന്താണ്? നബിമാരെ കൊല്ലുന്നവരുമായിരുന്നു. ബി ഗൈരിൽ ഹഖ് അന്യായമായി, ഹക്കില്ലാതെ. അത് ബിമാ ഒന്ന് കാരണമാണ്, ഒന്നുകൊണ്ടാണ്. അസൗ വകാനൂ യഅ്തദൂൻ. അസൗ അസ അസയ അസൗ അസയ അസൗ അസ സ്വാദ് അലിഫ് നീട്ടലിഫിട്ടിട്ടാണെങ്കിൽ അസ വടി എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ അസ്വ സ്വാ അസ്വ. അപ്പോ എന്തുവരും? അസ അർത്ഥം ധിക്കരിച്ചു. അസ്വ അസയ രണ്ടുപേർ ധിക്കരിച്ചു. അസൗ അവർ ധിക്കരിച്ചു. അസൗ വകാനൂ എന്ന അത്തഫിന്റെ ഭാവമാണ്. വകാനൂ അവരാകുകയും ചെയ്തു. യഅ്തദൂൻ അതിക്രമം ചെയ്യുന്നവരായി ചെയ്തു. അപ്പൊ അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയും അവർ അതിക്രമം ചെയ്യുകയും ചെയ്തത് ഫലമായിട്ടാണ് അത് സംഭവിച്ചത് എന്നർത്ഥം. അവർ അമ്പിയാക്കളെ കൊന്നു അന്യായമായിട്ട്. അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയും അതിക്രമം ചെയ്യുകയും ചെയ്തു. അത് കാരണം അവർ പതിതരായ ഒരു അവസ്ഥയിൽ ആക്കപ്പെട്ടു. ഇനി അടുത്ത ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസാറ. ഇന്നല്ലദീന ആമനൂ നിശ്ചയം വിശ്വാസികളായ ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾ. വല്ലദീന ഹാദൂ യഹൂദരായ ആളുകൾ. വന്നസാറ നസാറാക്കളായ ആളുകൾ, ക്രിസ്ത്യാനികളായ ആളുകൾ. വസ്സാബിഈന സാബിഈങ്ങൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം അവരാണെങ്കിലും ആരും മൻ ഏതൊരുത്തൻ ആമന ബില്ലാഹ് അല്ലാഹുവിൽ വിശ്വസിച്ചുവോ വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും വിശ്വസിച്ചുവോ വഅമില സ്വാലിഹൻ സൽപ്രവർത്തനം പ്രവർത്തിക്കുകയും ചെയ്തോ ഫലഹും അപ്പോൾ അവർക്കുണ്ട് അജ്റുഹും അവരുടെ പ്രതിഫലം ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിങ്കൽ. എന്താ അടുത്ത്? റബ്ബ് നാഥൻ, ഹിം അവരുടെ റബ്ബിങ്കൽ. വലാ ഖൗഫുൻ അലൈഹിം അവർക്ക് മേൽ ഭയപ്പാടില്ല. വലാ ഹും യഹ്സനൂൻ അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന്. അപ്പൊ ഈ ആയത്ത് വെച്ചിട്ട് ചിലർ എന്ത് ചെയ്യും? ഇത് സർവമത സത്യവാദത്തിന് ഉദാഹരണമാണ് പറയും ഖുർആനിൽ. പക്ഷെ ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ആൽ ഇംറാൻ എന്ത്? ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ومن يبتغ غير الإسلام دينا ഒരാൾ ഇസ്ലാം ദീനിനെ അല്ലാതെ ദീനായി മതമായി ജീവിത വ്യവസ്ഥയായി തെരഞ്ഞെടുത്താൽ ഫലൻ യുഖ്ബല മിൻഹു ഒരിക്കലും അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ അവൻ പരലോകത്ത് പരാജിതരിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇഹലോകത്ത് അവനുമായി നല്ല സഹവാസം, നല്ല രീതിയിലുള്ള സഹവർത്തിത്വം എല്ലാം വേണം. അവൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, ആകർഷിപ്പിക്കണം, അതെല്ലാം വേണം. കാരണം അവൻ കൂടി രക്ഷപ്പെടൽ ഒരു മുസ്ലിമിന്റെ ആഗ്രഹമായിരിക്കണം. തന്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു അമുസ്ലിം സഹോദരൻ അവൻ നരക തീയിൽ അകപ്പെടാതെ അവനും സ്വർഗാവകാശിയാണോ നമ്മളും സ്വർഗാവകാശിയാണോ, അതാണ് യഥാർത്ഥ സ്നേഹം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം ഒരു മുസ്ലിമിന്റെ മെന്റാലിറ്റി. അല്ല അവൻ നരകത്തിലേക്കുള്ള ആളാണ്, നരകത്തിൽ പോട്ടെ എന്ന ചിന്ത ആവരുത്. അങ്ങനെ ചിലപ്പോൾ നമ്മളായിരിക്കും പോവുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ദഅവത്ത് നടത്തണം. ഇപ്പൊ ഇവിടെ ഇതെന്തല്ല,
ഇത് ഏത് മതം സ്വീകരിച്ചാലും അവർ രക്ഷപ്പെടുന്നതല്ല ഉദ്ദേശം. കാരണം എന്താണ്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആദം അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പ്രഖ്യാപിച്ച കൊണ്ടുവന്ന ആ സന്ദേശം ഒന്ന് തന്നെ, അടിസ്ഥാനപരമായിട്ട് തൗഹീദ് തന്നെ. ആചാരാനുഷ്ഠാനങ്ങളിൽ അതത് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടായി. പക്ഷേ അന്ത്യപ്രവാചകനാരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്തിമ വേദമാണ് വിശുദ്ധ ഖുർആനാണ്. അപ്പോ ഈ മുൻ വേദങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആനെ കുറിച്ചും ഉള്ള അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതോടുകൂടി അത് സ്വീകരിക്കാൻ, ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശുദ്ധ ഖുർആനെയും സ്വീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. കാരണം അത് അവരവരുടെ വേദങ്ങൾ പ്രകാരം തന്നെ പറഞ്ഞപ്പെട്ട കാര്യമായതുകൊണ്ട്, പ്രവചിക്കപ്പെട്ട കാര്യമായതുകൊണ്ട് അവർ ബാധ്യസ്ഥരാണ്. അപ്പൊ അത് ബോധ്യപ്പെട്ടിട്ട് സ്വീകരിക്കാതിരിക്കുന്നത് കഠിനമായിട്ടുള്ള തെറ്റാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? അതായത് യഹൂദികൾക്ക് ഒരു വാദം ഉണ്ടായിരുന്നത്, ഞങ്ങൾ അള്ളാഹിന്റെ സ്വന്തം ആൾക്കാരാണ്, ഞങ്ങൾ എന്തായാലും സ്വർഗത്തിൽ ഇല്ല അയ്യാവുമാറുള്ള നിശ്ചിത എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ നരകത്തിൽ കിടക്കൂ. അങ്ങനെ കിടക്കേണ്ടി വന്നാൽ തന്നെ കുറച്ചു കാലമല്ലാതെ ഞങ്ങൾ നരകത്തിൽ പിന്നെ ഞങ്ങൾ സ്വർഗത്തിൽ. ആ വാദം ശരിയല്ലെന്നും വിശ്വാസം ശരിയായാൽ മാത്രമേ സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ എന്നും വ്യക്തമാക്കുകയാണ് ഇവിടെ അതിലൂടെ. അതാണ് ഇതിന്റെ ആശയം. ഇപ്പൊ വർഗീയത ഇല്ല, ഒരു വംശീയത ഇല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൽ ജനിച്ചു എന്നുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല. കർമ്മങ്ങൾ ശരിയാവണം, ഈമാൻ ശരിയാവണം, അള്ളാഹു ഒരു അന്ത്യത്തിലും വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കണം. അതെങ്ങനെ വിശ്വസിക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ നിരവധി ഇടങ്ങളിലുണ്ട്. അത് പ്രകാരം വിശ്വസിക്കണം. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين وإذ أخذنا നാം എടുത്ത സന്ദർഭം മീസാഖക്കും നിങ്ങളുടെ കരാറുമായുള്ള മീസാഖ് വറഫഅനാ നാം ഉയർത്തിയ ഫൗഖക്കും നിങ്ങൾക്കുമേൽ അത്തൂറ പർവ്വതത്തെ അത്തൂർ സിനാ പർവ്വതം ആണെന്ന് തഫ്സീറിൽ കാണാം. ഖുദൂ മാ ആതൈനാക്കും നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഖുദൂ നിങ്ങൾ മുറുകെ പിടിക്കുക. അഖദ യഖുദു ഖുദ് എന്നാണ്. അഖദ പിടിച്ചു സ്വീകരിച്ചു എന്നൊക്കെ അർത്ഥം. അഖദ യഖുദു പിടിക്കുന്നു സ്വീകരിക്കുന്നു. ഉഖുദ് എന്നാണ് ഉക്കുൽ എന്ന് പറയുമ്പോൾ തന്നെ. പക്ഷെ അസിൽ ഉഖുദ് എന്നാണെങ്കിലും അതിൽ നിന്ന് ലോപിച്ചെന്തായി ഖുദ് എന്നായി. ഖുദു ബഹുവചന രൂപമാണ്. ഖുദു മാ ഒന്ന് ആതൈന നാം നൽകിയ കും നിങ്ങൾക്ക് ആതൈനാക്കും നിങ്ങൾക്ക് നൽകി മാ ആതൈനാക്കും നിങ്ങൾക്ക് നൽകിയതെന്തോ അത് ഖുവ്വത്തിൻ ശക്തിയോടെ ശക്തമായിട്ട് നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങൾക്ക് നൽകിയ സന്ദേശം. വദ്കുറു തൗറാത്താണ് അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥം അല്ലെ. വദ്കുറു നിങ്ങൾ സ്മരിക്കുകയും ചെയ്യുക. മാ ഒന്ന് ഫിഹി അതിലുള്ളതിനെ നിങ്ങൾ സ്മരിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവർ തഖ്വയുള്ളവർ ആയേക്കാൻ വേണ്ടി. ഇവിടെ തൂർ പർവ്വതത്തെ ഉയർത്തി എന്നത് നമ്മൾ അത് എങ്ങനെയാണെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. തഅ്വീൽ ചെയ്യാൻ പോട്ടെ. അള്ളാഹു തൂർ പർവ്വതത്തെ അവർക്ക് മേൽ ഉയർത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എന്തും സാധിക്കും. അതുകൊണ്ട് അതങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ശരി, തൂർ പർവ്വതത്തെ അവർക്ക് മേൽ ഉയർത്തി എന്നത്. ഇനി ثم توليتم من بعد ذلك ثم പിന്നീട് തവല്ലൈത്തും നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. മിൻ ബഅദ് ദാലിക് അതിനുശേഷം
അതിനുശേഷം അങ്ങനെയുള്ള ദൃഷ്ടാന്തം, വ്യക്തമായ ദൃഷ്ടാന്തം അള്ളാഹു തൂർ പർവ്വതത്തെ ഉയർത്തിക്കാണിച്ചവർക്ക് കൊടുത്തിട്ടും അവരെന്ത് ചെയ്തില്ല? അവര് അതിനുശേഷം വീണ്ടും പിന്തിരിഞ്ഞു കാണും സത്യമാർഗത്തിൽ. ഫലൗല, അങ്ങനെയല്ലെങ്കിൽ ഫദ്ലുല്ലാഹി, അള്ളാഹുവിന്റെ അനുഗ്രഹം അലൈക്കും നിങ്ങൾക്കുമേൽ, വറഹ്മത്തുഹു, അവന്റെ ഫദ്ലുല്ലാഹി അള്ളാഹുവിന്റെ ഔദാര്യം, അലൈക്കും നിങ്ങൾക്കുമേൽ, വറഹ്മത്തുഹു, അവന്റെ അനുഗ്രഹം. അപ്പൊ നിങ്ങൾക്കുമേൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവും ഉണ്ടായിരുന്നില്ല എങ്കിൽ ലകുന്തും, നിശ്ചയം നിങ്ങൾ ആകുമായിരുന്നു, മിനൽ ഖാസിരീൻ, പരാജിതരിൽ ആകുമായിരുന്നു, അല്ലെങ്കിൽ പരാജിതരിൽ പെട്ടുപോകുമായിരുന്നു. ഖസിറ, പരാജയപ്പെട്ടു. ഖാസിർ, പരാജിതൻ. ഖാസിരീൻ, പരാജിതർ. ഖാസിറൂൻ എന്നും ഖാസിരീൻ എന്നും പറയും. ഇതിൽ മിൻ എന്ന ജറിന്റെ ഹർഫ് വന്നുകൊണ്ട് ഖാസിരീൻ എന്ന് വായിച്ചു. നസ്ബിന്റെയും ജറിന്റെയും അവസരങ്ങളിലാണ് യാ ഉപയോഗിക്കുന്നത്. ജമ്മ് മുദക്കർ സാലിമാണ് ഖാസിർ, ഖാസിറൂന എന്നത്, ഖാസിറൂന എന്നത്. വലഖദ് അലിംതും, നിശ്ചയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലദീന അഅ്തദൂ മിൻകും, നിങ്ങളിൽ നിന്ന് അതിക്രമം കാണിച്ചവർ, നിങ്ങളിൽ നിന്ന് അതിര് കവിഞ്ഞവർ. യഅ്തദാ, അതിര് കവിഞ്ഞു. മനസ്സിലായില്ലേ? ഖുർആനിൽ വചനത്തിൽ കാണാല്ലേ, ഫഅ്തദൂ അലൈഹി ബിമിസ്ലി മാ അഅ്തദാ അലൈക്കും, ആ ശത്രുക്കൾ നിങ്ങൾക്കുമേൽ അതിര് കവിഞ്ഞതുപോലെ നിങ്ങൾ അവർക്കുമേലും അതിര് കവിയുക. നിർബന്ധത്തിൽ അല്ലേ? വലഖദ് അലിംതും, നിശ്ചയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലദീന അഅ്തദൂ മിൻകും, നിങ്ങളിൽ നിന്ന് അതിര് കവിഞ്ഞവർ, അവരെ ഫിസ്സബത്ത്, എപ്പോ? സബത്ത് ദിനം, സബത്ത് ദിനാചരണത്തിൽ. സബത്ത് എന്ന് പറഞ്ഞാൽ യൗമുസ്സബത്ത്, ശനിയാഴ്ച എന്ന് പേരുണ്ട് അല്ലെ? സബത്ത് ദിനം അവർക്ക് എന്തായിരുന്നു? ശനിയാഴ്ച ദിവസമായിരുന്നു. തൗറാത്തിന്റെ അഹ്ലുകാരുടെ, മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഖൗമിന്റെ എന്ത് ജുമുഅ ദിവസം, നമുക്ക് വെള്ളി എന്നതുപോലെ. അപ്പോ അവർക്ക് പ്രത്യേക പ്രാർത്ഥനകൾ നിശ്ചയിക്കപ്പെട്ട ദിവസമായിരുന്നു അത്, യൗമുസ്സബത്ത്, സബത്ത് ദിനാചരണം എന്ന് അതിന് പറയാം. സബത്ത് ഡേ. ശരിയല്ലേ? ഈ ഇപ്പോഴും ഇപ്പൊ ക്രിസ്ത്യാനികളിൽ അല്ലെങ്കിൽ ഇഞ്ചീലിന്റെ വാഹകർ, ഇഞ്ചീലിന്റെ ആളുകൾ എന്നറിയപ്പെടുന്നവർ, അവർക്ക് ഏത് ദിവസമായിരുന്നു? യൗമുൽ അഹദ്, ഞായറാഴ്ചയായിരുന്നു. ഇപ്പോഴും ഈ ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗമുണ്ട്, സെവന്ത് ഡേ എന്നിട്ട്, സെവൻ ഡേ വിഭാഗം. SSLC പരീക്ഷ ശനിയാഴ്ച വെച്ചപ്പോ അവർക്ക് വേണ്ടി പ്രത്യേകം രാത്രി അല്ലേ SSLC പരീക്ഷ നടത്തി. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം അവർക്ക് അത് പ്രാർത്ഥനാ ദിവസമാണ് എന്നതുകൊണ്ട് ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ടൈം മാറ്റി കൊടുത്തിരുന്നു ഒരിക്കൽ, ശനിയാഴ്ച SSLC പരീക്ഷ എന്ന സമയത്ത്. ഇനി അപ്പൊ ഇവിടെ സബത്ത് ദിനാചരണം, അതിൽ അതിര് കവിഞ്ഞവർ, അന്ന് അതിക്രമം കാണിച്ചവർ, സബത്ത് ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് സബത്ത് സംഭവം? ഖുൽനാലഹും, അപ്പോൾ നാം അവരോട് പറഞ്ഞു, കൂനൂ, നിങ്ങളാവും, ഖിറദതൻ ഖാസിഈൻ, ഖിറദതൻ കുരങ്ങന്മാർ, ഖാസിഈൻ പതിതരായ, നിന്ദരായ. അപ്പോ നിങ്ങൾ നിസ്സാരായ കുരങ്ങന്മാരാണ് എന്ന് അള്ളാഹു അവരോട് പറഞ്ഞു. അപ്പൊ ഇവിടെ അവർ കുരങ്ങന്മാരായത് അവരുടെ ഖൽബ് ആണ്, അല്ലെ അവരുടെ ശരീരമല്ല കുരങ്ങ രൂപത്തിലായത് എന്നുള്ള ഒരു വിശദീകരണം ചിലർ പറയുന്നത് തെറ്റാണ്. കാരണം ഖുർആനിന് നസ്സിനോടത് യോജിക്കുന്നില്ല. കാരണം ഖുർആൻ എന്താ പറയുന്നത്? അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാവും. അപ്പൊ അള്ളാഹുവിന് ഇപ്പോ ഒരു കാര്യം മാറ്റി, ഇതൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ലേ? ഒരു ജീവിയെ മറ്റൊരു ജീവിയായി മാറ്റിമറിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിമ്പിളായ കാര്യമാണ്, വളരെ ലളിതമായ കാര്യമാണ്. അള്ളാഹുവിന് എന്തും സാധിക്കും. അപ്പൊ ഇവിടെ കുനൂ, നിങ്ങളാവൂ എന്നാ പറഞ്ഞത്. നിങ്ങളാവൂ എന്ത്? ഖിറദതൻ ഖാസിഈൻ, നിന്ദരായ കുരങ്ങന്മാർ ആവൂ. അപ്പൊ അത് ഒരു മാതൃക ശിക്ഷ ആവട്ടെ എന്ന് വിചാരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പാഠമാവാൻ വേണ്ടി അത് ചെയ്തതാണ്. ഈ സബത്ത് ദിനാചരണം എന്താണ് അന്ന് സംഭവിച്ചത്? അവരെന്താണ് തെറ്റ് ചെയ്തത്? സബത്ത് ദിനം മീൻ പിടിക്കരുത് അവർക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു. മീൻ പിടിക്കാൻ പാടില്ല, അന്ന് അവർ പ്രാർത്ഥനകളിലും കാര്യങ്ങളിലൊക്കെ ഏറ്റവും മുഴുകണം എന്ന്. പക്ഷെ അവരെന്ത് ചെയ്തു? അള്ളാഹു അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മീൻപിടിയന്മാരായിരുന്നു, മുക്കുവരെ ആയിരുന്നു. അപ്പോ മീൻ ധാരാളമായിട്ട് ശനിയാഴ്ച ദിവസം ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ഈ മീൻ പിടിക്കണം എന്നൊരു ആഗ്രഹം ജനിക്കും. അങ്ങനെ ആഗ്രഹം ജനിക്കുകയും അവരിൽപ്പെട്ട ഒരു വിഭാഗം എന്ത് ചെയ്തു? കനാലുകൾ ഉണ്ടാക്കി. ശനിയാഴ്ച ദിവസം മീൻ പിടിച്ചില്ല, മീൻ പിടിക്കരുത് അല്ല പറഞ്ഞുള്ളൂ ശനിയാഴ്ച. അപ്പൊ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കാൻ മറ്റൊരു രൂപത്തിൽ, എന്നാ ധിക്കരിച്ചിട്ടില്ലാലും ബാഹ്യാർത്ഥത്തിൽ നോക്കുമ്പോൾ ധിക്കരിച്ചിട്ടില്ല, മീൻ പിടിക്കരുത് അല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ അവരെന്ത് ചെയ്തു? കനാലുകൾ ഉണ്ടാക്കിയിട്ട് പല ഭാഗത്തൂടെ കനാലുകൾ ഉണ്ടാക്കിയിട്ട് ആ കനാലിലേക്ക് പിന്നെ എന്ത് ചെയ്യും? മീനുകൾ ഒഴുകി വരും, നീന്തി വരും അല്ലേ?
എന്നിട്ട് കനാലുകൾ അടച്ചിട്ടു. അപ്പൊ എന്താ, ഈ പുഴയിൽ നിന്ന് കനാലുകളിലേക്ക്, ചെറിയ ചെറിയ കനാലുകളിലേക്ക് മീനുകൾ വന്നു അല്ലേ. എന്നിട്ട് അവിടെ വെച്ചു. അപ്പൊ എന്ത് ചെയ്യും, അവർക്ക് പിറ്റേ ദിവസം മീൻ പിടിക്കാം അതിൽ നിന്ന്. എളുപ്പമുണ്ടല്ലോ അത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നദിയിലൊന്നായിട്ടാകുമ്പോൾ മീനെ കിട്ടൂല. അപ്പോ അവരെന്ത് ചെയ്യും, ഈ ശനിയാഴ്ച ദിവസം ധാരാളമായിട്ട് മീൻ കാണപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തു, അവര് കനാലുകൾ, ചെറിയ ചെറിയ കനാലുകൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മീനുകൾ ആകർഷിച്ചു. മീനുകൾ അതിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് കനാൽ അടച്ചിടും. അപ്പം വലിയ നദിയിൽ നിന്ന് എന്ത് ചെയ്യാം, അങ്ങനെ കനാലുകൾ, ചെറിയ ചെറിയ കനാലുകൾ, ആ കനാലുകളിലേക്ക് മീൻ വരുമ്പോൾ എന്ത് ചെയ്യും, അടച്ചിടും. എന്നിട്ട് ശനിയാഴ്ച മീൻ പിടിക്കൂല, പിറ്റേ ദിവസം പോയിട്ട് മീൻ പിടിക്കും. ശനിയാഴ്ച അല്ലാത്ത ദിവസം മീൻ പിടിക്കും. ഇതാണ് അവർ ചെയ്ത വിദ്യ. ശരി. അപ്പൊ അതിനെ അങ്ങനെ ചെയ്തവരെ അള്ളാഹു എന്ത് ചെയ്തു, ധിക്കാരികളായി കണക്കൂട്ടി. അള്ളാഹു അവരെ കുരങ്ങന്മാരാക്കി മാറ്റുന്നതാണ്. എന്നിട്ട് അതിനെ നാം ആക്കി. അപ്പോൾ അതിനെ നാം ആക്കി, ആ ശിക്ഷയെ നക്കാലൻ, ഒരു നക്കാലെ ആയിട്ട്, അതായത് ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷയാക്കി. ലിമാ ബൈനയതിഹ, അവരുടെ മുമ്പിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ പ്രസന്റ് ആയ ആളുകൾക്ക്, അന്നുള്ള ആളുകൾക്ക്, വമാ ഖൽഫഹ, അവർക്ക് പിറകെ വരുന്നവർക്കും, ഒരു സതുപദേശമാക്കി. ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഒരു സതുപദേശവും ആക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا وَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ قَالُوا ادْعُ لَنَا رَبَّكَ يُبَيِّن لَّنَا مَا هِيَ قَالَ إِنَّهُ يَقُولُ إِنَّهَا بَقَرَةٌ لَّا فَارِضٌ وَلَا بِكْرٌ عَوَانٌ بَيْنَ ذَلِكَ فَافْعَلُوا مَا تُؤْمَرُونَ قَالُوا ادْعُ لَنَا رَبَّكَ يُبَيِّن لَّنَا مَا لَوْنُهَا قَالَ إِنَّهُ يَقُولُ إِنَّهَا بَقَرَةٌ صَفْرَاءُ فاقع لونها تسر الناظرين قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. ഇവിടെ രണ്ട് സംഭവങ്ങൾ വിവരിക്കാം. ഒന്ന്, ഇസ്രായേലിയരോട് മൂസാ അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചു ഇസ്രായേലിയർ അറക്കാൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിയരോട് ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞ സന്ദർഭം വിവരിക്കുന്നു. അപ്പൊ അവര് അതിന്റെ കുറെ വിശേഷണങ്ങൾ ചോദിച്ചത്. ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോ ഏതെങ്കിലും പശുവിനെ അറത്താമോ? അവരതിന്റെ വിശേഷണങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചറിഞ്ഞു. അവർക്ക് സത്യത്തിൽ അത് അറക്കാൻ മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവരിങ്ങനെ ഇത് നീട്ടി കൊണ്ടുപോയി എന്നതാണ് വിശുദ്ധ ഖുർആനിലെ പരാമർശം എന്ന് മനസ്സിലാകാം. പിന്നെ അവരുടെ പശുപൂജ സംബന്ധിച്ച് നമുക്കറിയാം. ഒരു പശുക്കുട്ടിയെ പൂജിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അല്ലെ. ഒരു ജസദൻ ലഹു ഹുവ അല്ലെ, അതിനൊരു മുക്രയിടുന്ന ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് സാമിരി എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിനെ ഉണ്ടാക്കി. മൂസാ അലൈഹിസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ ഹാറൂൻ നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ഇവരെന്ത് ചെയ്തു, പശുപൂജ നടത്തി സാമരിയുടെ പ്രേരണയിൽ.
അതിന്റെ അയാളുടെ പ്രേരണക്ക് വഴങ്ങിക്കൊണ്ട് അല്ലേ. അപ്പോ അങ്ങനെ സംഭവം. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഒരു ധനാഢ്യനായുള്ള ഒരാളെ അയാളുടെ അനന്തരാവകാശി വധിച്ചു. എന്നിട്ട് അയാൾ തന്നെ എന്ത് ചെയ്തു, ഈ കൊല നടത്തിയത് ആരാന്നുള്ളത് അയാൾ തന്നെ പരാതിപ്പെട്ടു. ആരാന്ന് അയാൾ തന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ അയാൾ കൊലയാളിയെ കണ്ടെത്തുന്നത് ആവശ്യം ഉന്നയിച്ചു. അയാളല്ല കൊലയാളി എന്ന് നടക്കുക, അയാളാണ് സത്യത്തിൽ കൊല ചെയ്തത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അയാളല്ല കൊലയാളി എന്ന വ്യാജേന അയാൾ അഭിനയിച്ചു. അപ്പൊ ആരാണ് കൊല ചെയ്തതെന്നുള്ള തർക്കങ്ങളായി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, ഒരു പശുവിനെ അറുത്തിട്ട്, അതാണ് ഈ പശുവിനെ അറുക്കുക, ശരി, ഒരു പശുവിനെ അറുത്തിട്ട് അതിന്റെ ഒരു ഭാഗം കൊണ്ട് എന്ത് ചെയ്യാ, ഈ കൊല്ലപ്പെട്ട മനുഷ്യന്റെ മയ്യത്ത് അല്ലെ അതിൽ അടിക്കാൻ പറഞ്ഞു. അപ്പൊ ആ മയ്യത്ത് എണീച്ചു. മയ്യത്തിന് അള്ളാഹു ജീവൻ നൽകി. അള്ളാഹു ഒരു പ്രത്യേക ദൃഷ്ടാന്തമായ അല്പത്തിൽ കാണിച്ചു കൊടുത്താണ്. അത് ഒന്ന് പശു വിഷയമായിട്ട് ബന്ധപ്പെട്ടു. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പുനർജന്മത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അത് ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു കാണിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ എണീറ്റിട്ട് ഇന്നയാളാണ് ഘാതകൻ എന്ന് പറഞ്ഞു. ശരി, അത് അപ്പൊ അള്ളാഹുവിന് എന്തു വേണമെങ്കിൽ സാധിക്കും. മരിച്ചൊരാൾ ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിന് അസാധ്യമായ കാര്യമല്ല. അപ്പൊ സാധാരണ രീതിയിൽ മരിച്ചാൽ ജീവിച്ചിട്ട് പരലോകത്താണ് അല്ലെ, പിന്നെ ആളുടെ പരലോക ജീവിതം തുടങ്ങി. പക്ഷെ അല്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അങ്ങനത്തെ ഒരു പ്രത്യേക സന്ദർഭമാണ്. ഈ രണ്ട് സംഭവങ്ങളാണ് അടുത്ത് വിവരിക്കുന്നത്. പക്ഷെ ആദ്യം വിവരിക്കുന്നത് പശുവിനെ അറുത്തതും പിന്നീട് ഈ വധിച്ച സംഭവമാണ് പറയുന്നത് എന്ന് മാത്രം. വഇദ് ഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം ലിഖൗമിഹി, മൂസ അലൈഹിസ്സലാമിന്റെ ജനതയോട്, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. അമറ കൽപ്പിച്ചു, യഅ്മുറു കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ കൽപ്പിക്കും, യഅ്മുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ എന്തിന്, തദ്ബഹു, ദബഹ അറുത്തു, യദ്ബഹു അറുക്കുന്നു, യദ്ബഹു യദ്ബഹാനി യദ്ബഹുന, തദ്ബഹു തദ്ബഹാനി തദ്ബഹുന, തദ്ബഹാനി യദ്ഹബന, തദ്ബഹു തദ്ബഹാനി തദ്ബഹുന. അവിടെ അൻ തദ്ബഹൂന എന്നായിരുന്നു. അൻ എന്താ നസ്ബിന്റെ അദാത്ത് വന്നതുകൊണ്ട് തദ്ബഹൂന എന്ന നൂനാണ് പോയി. നൂന് ഡിലീറ്റ് ഹദഫ് ചെയ്തുകൊണ്ടാണ് അവിടെ നസ്ബ് അൻ വന്നതുകൊണ്ട് അൻ തദ്ബഹൂന എന്ന് അൻ തദ്ബഹു എന്നായി. ബഖറത്തൻ, നിങ്ങൾ അറുക്കണമെന്ന്. എന്ത് ബഖറത്തൻ, ഒരു പശുവിനെ. ഒരു പശുവിനെ അറുക്കാനേ പറഞ്ഞിട്ടുണ്ട്, നെക്കിറയാണ്, അൽ ബഖറ എന്നല്ല. ഈ സൂറത്തിന് അൽ ബഖറ എന്ന പേര് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മനസ്സിലായോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൽ ബഖറ, ബഖറയെ പശുവിനെ പരാമർശിച്ചിരിക്കുന്നതുകൊണ്ട് ഈ സൂറത്തിന് എന്താണ് പേര്, അൽ ബഖറ എന്ന് നാമം ചെയ്തിരിക്കുന്നു, നാമകരണം. അപ്പൊ ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു. ഒരു പശുവിനെ അറുക്കാൻ നിങ്ങളോട് അള്ളാഹു കൽപ്പിക്കുന്നു എന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞു. ഖാലു, അപ്പൊ അവരെന്ത് പറഞ്ഞു, അവർ പറഞ്ഞു, അത്തഖ്തഖുന ഹുസ്വ, താങ്കൾ ഞങ്ങളെ കളിയാക്കണം. ഹുസ്വ, ഹുസ്വം വലാഇബ, അല്ലേ? ഖാല, അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ആര്, മൂസ അലൈഹിസ്സലാം റസൂലുള്ളാഹി പറഞ്ഞു, മൂസ റസൂലുള്ളാഹി പറഞ്ഞു, എന്ത്, അഊദു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു, അൻ അകൂന മിനൽ ജാഹിലീൻ, അൻ അകൂന, ഞാൻ പെട്ടുപോകലെങ്കിൽ, മിനൽ ജാഹിലീൻ, അജ്ഞന്മാരിൽ, ജാഹിലീങ്ങളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അപ്പൊ അള്ളാഹു പറയാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ കൽപ്പിക്കുകയില്ല, അങ്ങനെ ഞാൻ വൃഥ അങ്ങനെ പറയുകയില്ല, ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന്. അപ്പൊ അവർ പറഞ്ഞു, ഒരു പശു ഇറക്കാൻ പറഞ്ഞാൽ ഒരു പശു ഇറത്താൽ മതി. അത് ചെയ്യാതെ അവരെന്ത് ചെയ്തു, തിരിച്ചു ചോദ്യം ചോദിച്ചു. ഖാലു, അവർ ചോദിച്ചു, ഉദ്ഉലനാ, ഞങ്ങൾക്ക് താങ്കൾ ഒന്ന് വെളിവാക്കിട്ട, അല്ലെങ്കിൽ റബ്ബക, പ്രാർത്ഥിക്കും, തേട്, എന്ത്, റബ്ബക, താങ്കളുടെ റബ്ബിനോട്, യുബയ്യിൻ ലനാ, ഞങ്ങൾക്ക് വിവരിച്ചു തരാൻ, മാഹി, ആ പശു എങ്ങനത്തെ പശുവാണ്, ഒന്ന് വിവരിച്ചു തരാൻ വേണ്ടിയിട്ട് നിന്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് റബ്ബ് പറഞ്ഞേറ്റെ എങ്ങനത്തെ പശുവാണ്, എന്നിട്ട് ഞങ്ങൾ നടക്കാം എന്ന് പറഞ്ഞു. ഖാല, അപ്പോ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, അങ്ങനെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നഹു, നിശ്ചയം കാര്യം, യഖൂലു, ഇന്നഹു നിശ്ചയം, അള്ളാഹു എന്ത്, യഖൂലു, അവൻ പറയുന്നു, ഇന്നഹാ ബഖറത്തുൻ, അതൊരു പശുവാണ്, ലാ ഫാരിദുൻ, കുറെ പ്രായമായത് ആവരുത്, കുറെ വാർദ്ധക്യമെത്തിയ പശു ആവരുത്, വലാ ബിക്റുൻ, അത്ര കന്യകയും ആവരുത്, അവാനും ബൈനദാലിക്, അത് രണ്ടിന്റെയും കൂടി ഇടയിൽ, അതിനിടയിൽ ഒരു അവാൻ, മീഡിയം,
ഏജ് ആയിരിക്കണം, ഒരു മീഡിയം ഏജ് ആയിരിക്കണം, മീഡിയം വയസ്സ് ആയിരിക്കണം. ഖാല ഫഫ്അലു ഫഫ്അലു ഇഫ്അൽ ഇഫ്അലാ ഇഫ്അലു ഫഫ്അലു, അതിനാൽ നിങ്ങൾ പ്രവർത്തിക്കൂ, മാ തുഅ്മറൂൻ, നിങ്ങൾ കൽപ്പിക്കപ്പെടുന്നത് പ്രവർത്തിക്കൂ, ഉത്തരവ് നിങ്ങൾ അനുസരിക്കൂ എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇതേപോലെയുള്ള ഒരു പശു നിങ്ങൾ അറക്കും എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും അവർ അവർ പറഞ്ഞു, ഉദൂലന, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കൂ, റബ്ബക്ക, നിന്റെ റബ്ബിനോട്, യുബയ്യില്ലന, ഞങ്ങൾക്ക് വിവരിച്ചു തരാൻ, മാ ലൗനുഹ, അതിന്റെ കളർ, നിറമെന്ത്. നിറമൊന്നും പഠിച്ചാൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അവർക്ക് ഏതെങ്കിലും പശു ഇറത്താൽ മതി. പക്ഷെ അവരെന്ത് ചെയ്തു, വീണ്ടും നിറം ചോദിച്ചു. കാല, അപ്പോ റസൂൽ മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു യഖൂലു, നിശ്ചയം അല്ലാഹു പറയുന്നു, ഇന്നഹാ, നിശ്ചയം ആ പശു, ബഖറത്തുൻ സഫ്റാ, മഞ്ഞ പശുവാണ്, ഒരു മഞ്ഞ പശു. ഇത് ഫാഖിഉൻ, തെളിഞ്ഞ, ലൗനുഹ, അതിന്റെ നിറം നല്ല തെളിഞ്ഞ മഞ്ഞ, തസുറുൻ നാദിരീൻ, കാഴ്ചക്കാർക്ക് നല്ല സന്തോഷം ഉണ്ടാകുന്ന, ഇമ്പം ഉണ്ടാകുന്ന നല്ല മഞ്ഞ പശു ആയിരിക്കണം എന്ന് അള്ളാഹു പറയുന്നു എന്ന്. ഇപ്പൊ ഓരോ സമയത്ത് അവരിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ അള്ളാഹു ഇതിന്റെ നിലപാട് കട്ടിയായിട്ട് വന്നു. കൂടുതൽ വിവരണങ്ങൾ ഇങ്ങനെ വന്നു. قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا. വീണ്ടും അവർ പറഞ്ഞു, قالوا ادع لنا ربك يبين لنا ما هي, ആ പശു എങ്ങനെയെന്ന് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരാൻ നിന്റെ റബ്ബിനോട് ഇനി പ്രാർത്ഥിക്കണം. ഇന്നൽ ബഖറ, നിശ്ചയം പശു, തശാബഹ അലൈന, ഞങ്ങൾക്ക് കൺഫ്യൂഷൻ, ഏത് പശു ആണ് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ, അതുകൊണ്ട് നിങ്ങളെ വിവരിച്ചു തരാൻ പറയണം. വഇന്നാ, നിശ്ചയം ഞങ്ങൾ, ഇൻഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചാൽ, ലമുഹ്തദൂൻ, മാർഗദർശനം ചെയ്യപ്പെട്ടേക്കാം എന്ന്. ഖാല, അപ്പോൾ മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ, നിശ്ചയം അല്ലാഹു പറയുന്നു അതൊരു പശുവാണ്. എങ്ങനത്തെ പശു? ലാ ദലൂലുൻ, വിധേയപ്പെട്ട പശുവല്ല, വിധേയപ്പെട്ട ദലൂലുൻ. തുസീറുൽ അർദ, തുസീറു, ഉഴുന്ന, അൽ അർദ, ഭൂമി ഉഴുതുകൊണ്ട് ഉള്ള ഒരു പശുവല്ല. വലാ തസ്തിൽ ഹർഫ, നിലം ഉഴാൻ വേണ്ടിയിട്ട്, നിലം നനക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അങ്ങനെ കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പശു അല്ല. ഭൂമി ഉഴാന് കൃഷി ആവശ്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പശു ആവരുത്, അങ്ങനെ വിധേയപ്പെട്ട ഒരു പശു ആവരുത്. മുസല്ലമത്തുൻ, രക്ഷപ്പെട്ട, ലാ ശിയത ഫിയ, അതിലൊരു കലർപ്പുമില്ല. അപ്പൊ വർണ്ണത്തിന്റെ കലർപ്പൊന്നും, ഒരു കരകളൊന്നുമില്ലാത്ത, ഇതൊന്നും ഇല്ലാത്ത നല്ലൊരു പശു ആയിരിക്കണം. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അൽ ആന ജിഅത ബിൽ ഹഖ്, ഇപ്പോൾ, അൽ ആന, ഇപ്പോൾ, ജിഅത, താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നു, ബിൽ ഹഖ്, സത്യത്തിൽ, ഇപ്പോഴാണ് താങ്കൾ സത്യം പറഞ്ഞത്. ഫദബഹൂഹ, അങ്ങനെ അവർ എന്ത് ചെയ്തു, ആ പശുവിനെ അറുത്തു. അങ്ങനെ ഒരു പശുവിനെ സംഘടിപ്പിച്ചു, വളരെ ബുദ്ധിമുട്ടിയാണ് സംഘടിപ്പിച്ചതെന്ന് പറയുന്നത്. അവർ അങ്ങനെ വമാ കാദു യഫ്അലൂൻ, അവർ അതിനെ പ്രവർത്തിക്കുമാറായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യാൻ അവർക്കൊരു ഇതില്ലായിരുന്നു. അപ്പൊ ഇതങ്ങനെ നീട്ടി കൊണ്ടുപോയി അവരിങ്ങനെ വർണ്ണനകൾ, ഓരോ വിശേഷണങ്ങൾ ചോദിച്ചപ്പോൾ വീണ്ടും പശുവിന്റെ വർണ്ണന കൂടി വന്നു അള്ളാഹുവിന്റെ ഭാഗത്ത്. ഇനി പറയാം, നിങ്ങൾ വധിച്ച സന്ദർഭം, നഫ്സൻ, ഒരു മനുഷ്യനെ, ഒരാത്മാവിനെ, ഫദ്ദാറതും ഫിഹ, അതിൽ നിങ്ങൾ തർക്കം ആയി, ആരാണ് കൊന്നത് എന്ന വിഷയത്തിൽ. വല്ലാഹു, അല്ലാഹു, മുഖ്രിജുൻ, പുറപ്പെടുവിക്കുന്നവരാണ്, മാ കുന്തും തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെക്കുന്നവർ. അപ്പൊ അല്ലാഹു ഈ വഴി എന്ത് ചെയ്തു, അത് പുറത്തു കൊണ്ടുവന്നു, ഒരു പ്രത്യേക സംഭവമായി. അപ്പോൾ നാം പറഞ്ഞു, അതിന് അടിക്കൂ, അവൻ അടിക്കൂ, ആ മയ്യത്തിനെ അടിക്കൂ, എന്ത്, ബിബഅദിഹ, അതിന്റെ ചിലത് കൊണ്ട്, അംശം കൊണ്ട്, അതായത് പശുവിന്റെ അറുക്കപ്പെട്ട പശുവിന്റെ അംശം കൊണ്ട് ഈ വധിക്കപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിൽ അടിക്കാൻ പറഞ്ഞു. കദാലിക, അപ്രകാരം, യുഹ്യില്ലാഹ്, അല്ലാഹു പുനർജനിപ്പിക്കുന്നു, അൽ മൗത, മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നു, വയുരീക്കും, അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധിയുള്ളവരായേക്കാൻ വേണ്ടി എന്ന്. അപ്പൊ ഇവിടെയും തന്നെ മറ്റു വ്യാഖ്യാനങ്ങൾക്ക് അർത്ഥമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ തന്നെ മരണാനന്തര ജീവിതം എന്ത് എന്ന് അവർക്ക് ദൃഷ്ടാന്തമായി ഈ ലോകത്തെ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ ചെയ്തു അല്ലാഹ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ തന്നെ ഒരു മനുഷ്യൻ വധിക്കപ്പെട്ടു, എന്ത് ചെയ്തു, യഥാർത്ഥത്തിൽ തന്നെ ഈ അറുക്കപ്പെട്ട പശുവിന്റെ ഒരു അംശം കൊണ്ട് ഈ മയ്യത്തിനെ അടിക്കപ്പെട്ടു. അങ്ങനെ ആ മനുഷ്യൻ എന്ത് ചെയ്തു, ജീവിച്ചു. അള്ളാഹു ആ മനുഷ്യന് പുനർജന്മം നൽകി തൽക്കാലത്തേക്ക്. ആ മനുഷ്യൻ തന്നെ വിളിച്ചു പറഞ്ഞു, എന്ത് ചെയ്തു, ഇന്നാലിന്നാളാണ്,
അതൊക്കെ നമുക്ക് വിശദീകരണങ്ങളിൽ കാണാം. ശരി, ഇനി കദാലിക യുഹ്യില്ലാഹുൽ മൗത എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അപ്രകാരമാണ് മനുഷ്യൻ അള്ളാഹു എന്ത് ചെയ്യുന്നത്, മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇനി ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون ثم قست قلوبكم പിന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമായി ഖസ്വത്തുൽ ഖൽബ് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഹൃദയകാഠിന്യം ഉണ്ടാകുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ അവസ്ഥ നമ്മുടെ ഹൃദയങ്ങൾക്ക് വരാതിരിക്കട്ടെ. അതിനുശേഷം ഫഹിയ ആ ഹൃദയങ്ങൾ കൽ ഹിജാറത്തി പാറകൾ പോലെ കല്ല് പോലെ ഔ അശദ്ദു ഖസ്വ എന്നല്ല അതിനേക്കാൾ കഠിനമായി. പാറകൾ പോലെ കടുത്ത ഹൃദയം എന്ന ഖുർആന്റെ പ്രയോഗം അതല്ല, പാറകളെക്കാൾ കടുത്തത്. കാരണം എന്താണ്? ഇന്ന മിനൽ ഹിജാറത്തി നിശ്ചയം പാറകളിലുണ്ട് എന്ത് ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ എന്ത് പുഴകൾ. ഇൻഫജറ എന്ന് ഉപയോഗിച്ചിട്ട് ഇതേമാതിരി തന്നെ വേറൊരു വാക്കാണ് തഫജ്ജറ യതഫജ്ജറു ഇൻഫജറ യൻഫജറു ഇൻഫിജാറൻ ഫഹുവ മുൻഫജിറുൻ. ഇവിടെ തഫജ്ജറ യതഫജ്ജറു തഫജ്ജുറുൻ എന്നതാണ്. യതഫജ്ജറു മിൻഹുൽ അൻഹാർ നദികൾ, നെഹ്ർ അൻഹാർ, നെഹ്ർ ജമ് അൻഹാർ. അപ്പോ അതിൽ നിന്ന് നദികൾ പൊട്ടിയൊഴുകുന്നു. അങ്ങനെയുള്ള പാറകളുണ്ട്. പാറകളിൽ നിന്ന് പോലും എന്ത് ചെയ്യും, ഉറച്ച പാറകളിൽ നിന്ന് പോലും നല്ല തെളിനീരുള്ള എന്ത് നദികൾ പൊട്ടിയൊഴുകുന്നുണ്ട് അല്ലേ. അപ്പൊ പാറകൾ പോലും ലോലമാണ്, പക്ഷെ അവരുടെ ഹൃദയം അതിനേക്കാൾ കടുത്തതാണ്. ആ പാറകളുടെ കൂട്ടത്തിലുണ്ട് പൊട്ടിപ്പിളരുന്നത്, എന്നിട്ട് അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നു. ഇനി ആ പാറകളുടെ കൂട്ടത്തിലുണ്ട് അല്ലാഹുവിന്റെ ഭയത്താൽ താഴേക്ക് വീഴുന്നവർ അല്ലെ, താഴേക്ക് ഉതിർന്നു വീഴുന്നു. പർവ്വതങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു അല്ലേ, അല്ലാതെ. അപ്പോ ഇതൊക്കെ നമുക്ക് അള്ളാഹു ഇത് വെറും ഒരു ആലങ്കാരിക പ്രയോഗം എന്ന് മാത്രം ഇതിനെ നമ്മൾ മനസ്സിലാക്കണമെന്നില്ല. ശരി, അള്ളാഹുവിന് എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്നു എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പൊ നമ്മൾ ഈ വചനങ്ങളെ അപ്പടി തന്നെ മനസ്സിലാക്കണം എന്നതാണ് അതിന്റെ ശരിയായ രീതി. അല്ലാഹു അല്ല ബിഗാഫിലിൻ അശ്രദ്ധനല്ല അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്ന് സംബന്ധിച്ച്. അപ്പൊ മാ ബി എന്നുള്ള പ്രയോഗം കേട്ടോ. മാ അന ബിഖാരി ഞാൻ വായിക്കുന്നവനല്ല. മല്ലാഹു ബിഗാഫിൽ അല്ലാഹു അശ്രദ്ധനല്ല. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ അല്ലാഹു അശ്രദ്ധനല്ല തന്നെ, അശ്രദ്ധനല്ല എന്ന്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.